കാസർഗോഡ് ജില്ലയിലെ ഒരു സുന്ദരമായ ഗ്രാമം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സുന്ദരം എന്ന് വെച്ചാൽ ആ നാടും നാട്ടുകാരെല്ലാം സുന്ദരമാണ്. തേജസ്വിനി പുഴയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന അച്ചാന്തുരുത്തി എന്ന ഒരു കൊച്ചു തുരുത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മുടെ ചുറ്റും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഗ്രാമത്തിന്റെ നന്മയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റും ഈ അച്ചാന്തുരുത്തിയിൽ. ഏകദേശം ഈ തുരുത്തിൽ 400-ലേറെ കുടുംബങ്ങളുണ്ട്. എല്ലാവർക്കും പരസ്പരം അറിയാം. ഒറ്റ കുടുംബമായി വലിയൊരു സ്നേഹത്തിന്റെ കഥ പറയുന്ന സ്ഥലം കൂടിയാണ് ഈ അച്ചാന്തുരുത്തി. വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ അച്ചാന്തുരുത്തിക്കാർ. അതുപോലെ തന്നെ ലോക നിലവാരമുള്ള കബഡി താരങ്ങളും പ്രഗത്ഭരായ വള്ളം കളി താരങ്ങളും ഈ നാട്ടിൽ നിന്നും വളർന്ന് കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായി മാറിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചത്. കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ചുറ്റും വെള്ളമുണ്ടെങ്കിലും കുടിവെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ നിന്നും ഈ തുരുത്തിൽ നിന്നൊന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി ഇവർക്കില്ലായിരുന്നു. അങ്ങനെ 1998 അച്ചാന്തുരുത്തിയെയും കോട്ടപ്പുറത്തെയും ബന്ധപ്പെടുത്തി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നടപ്പാലം സ്ഥാപിക്കപ്പെട്ടു. അത് ആ നാടിന് വലിയ ഉപകാരമായി മാറി. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മലവെള്ളപ്പാച്ചിലിൽ ആ പാലം തകർന്നുവെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും നമുക്കവിടെ കാണാം. കാലങ്ങൾക്കിപ്പുറം പണ്ടനുഭവിച്ച കുടിവെള്ള പ്രശ്നവും യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നൊരു പഴയ ഓർമ്മയായി മാത്രം മാറി. ഇവിടുത്തെ പ്രധാന ക്ഷേത്രമാണ് വിഷ്ണുമൂർത്തി ബാലഗോകുല ക്ഷേത്രം. എല്ലാ വർഷവും ശിവരാത്രി നാളിൽ ഇവിടുത്തെ ഒറ്റക്കോല മഹോത്സവം നടക്കുന്നു. തെയ്യം കെട്ടുന്നതിനും നോറ്റിരിക്കുന്നതിനും കുട്ടികളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾ കെട്ടിയാടിയ തമാശ തെയ്യത്തിൽ നിന്നാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് എന്നൊരു ഐതിഹ്യം കൂടി ഇവിടെയുണ്ട്. ഇന്ന് യാത്രാ സൗകര്യങ്ങളെല്ലാം കൂടിയാലും തുരുത്തിലെ എല്ലാ വീടുകളിലും ഓരോ തോണികളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ യാത്ര ഈ തുരുത്തിലെ തന്നെ ശ്രീ കാലിച്ചാനാമ ദേവസ്ഥാനത്തിലേക്കാണ്. ഇവിടെയുണ്ട് ഒരുപാട് കഥകൾ പറയാൻ. നീലേശ്വരത്തു നിന്നും അച്ചാന്തുരുത്തിയിലേക്കുള്ള ദൂരം 4.5 കിലോമീറ്ററാണ്. നീലേശ്വരത്തു നിന്നും അടുത്താണെങ്കിലും അച്ചാന്തുരുത്തി ചെറുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അച്ചാന്തുരുത്തിയുടെ ഈ ഗ്രാമവഴിയിലൂടെ നടക്കാനും അച്ചാന്തുരുത്തി എന്ന ഈ സുന്ദരമായ ഗ്രാമം കാണാനും തേജസ്വിനി പുഴയുടെ ഭംഗി ആസ്വദിക്കാനും വള്ളംകളി കാണാനും ഒക്കെ നിങ്ങൾക്ക് ഈ അച്ചാന്തുരുത്തിയിലേക്ക് വരാം. അച്ചാന്തുരുത്തിയുടെ ഈ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ നല്ലവരായ മനുഷ്യരെ കണ്ട് സംസാരിച്ചും കോട്ടപ്പുറം പാലത്തിൽ നിന്നും ഈ തേജസ്വിനി പുഴയെ ഒന്നും കൂടെ ഒന്ന് ആസ്വദിച്ചും നല്ല ചായയൊക്കെ കുടിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ ജോബീഷ് കല്ലൂർ.